ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SCERT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസിലെ സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസ് ചാപ്റ്റേഴ്സാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അതിലെ 4 ചാപ്റ്റേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടുകളിലായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവർ അത് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക. ഇനി ഇന്ന് നമുക്ക് 5ാമത്തെ ചാപ്റ്റർ നോക്കാം. കയ്യെത്തും ദൂരത്ത് ആകാശം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയണ പ്രധാന പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ബഹിരാകാശം, നക്ഷത്രഗണങ്ങൾ, അതുപോലെ സോഫ്റ്റ്വെയറുകൾ, സൗരയൂഥം, നക്ഷത്രം, ഗ്രഹം, ഉപഗ്രഹം, കൃത്രിമ ഉപഗ്രഹങ്ങൾ, അവയുടെ ഉപയോഗങ്ങൾ, ഇന്ത്യയുടെ പ്രധാന കൃത്രിമ ഉപഗ്രഹങ്ങൾ, പിന്നെ ഇന്ത്യയുടെ ചന്ദ്രദൗത്യങ്ങൾ, ഇന്ത്യയുടെ മറ്റ് ബഹിരാകാശ പദ്ധതികൾ, ഇവയെല്ലാമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കയ്യെത്തും ദൂരത്ത് ആകാശം. അപ്പോൾ ഈ ചാപ്റ്ററിൽ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളതാണ് ബഹിരാകാശം. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായു ഇല്ലാത്ത സ്ഥലമാണ് ബഹിരാകാശം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഗോളങ്ങൾ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആൽഫ സെൻറ്റോറി A 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സൂര്യൻ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കണം. ഇനി അടുത്തതായിട്ട് കുറച്ച് നക്ഷത്രഗണങ്ങൾ നമുക്ക് നോക്കാം. വേട്ടക്കാരന് ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരൻ എന്ന് പറയുന്നത് ഏത് മാസത്തിലാണ് കാണുന്നതെന്ന് നോക്കണം, അതുപോലെ എവിടെയാണ് ഇത് കാണപ്പെടുന്നത് നോക്കണം. വേട്ടക്കാരൻ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ഇത് ഗ്രീക്ക് ഐതിഹ്യത്തിൽ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇനി സപ്തർഷികൾ. അപ്പോൾ ആ ഒരു ചിത്രം കണ്ടറിയാം, ഒരു തവിയുടെ രൂപമാണത്. തവി എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലേന്നൊക്കെ പറയില്ലേ, അത്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിനെ പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ അർസ മേജർ എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസങ്ങളിൽ വടക്കൻ ചക്രവാളത്തിൽ കാണാൻ കഴിയും. 7 നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതുകൊണ്ടാണ് ഇതിന് സപ്തർഷികൾ എന്ന പേര് ഇന്ത്യയിൽ ലഭിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്ന പേര് നൽകിയിരിക്കുന്നത് ഒരു വലിയ തവിയുടെ രൂപം സങ്കല്പിച്ചുകൊണ്ടാണ്. ഇത് ഉൾക്കൊള്ളുന്ന നക്ഷത്രഗണം അർസ മേജർ ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ബഹിരാകാശ നിലയം. എന്തിനാണ് ബഹിരാകാശ നിലയം? ബഹിരാകാശത്തെ നിരീക്ഷിക്കാനും അവയെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടത്താനും ബഹിരാകാശത്ത് ഒരുക്കിയിട്ടുള്ള ഒരു പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. അപ്പോൾ ഈ ബഹിരാകാശ നിലയത്തിലെത്തുന്ന മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? അവിടെ വായു ഇല്ല, അതുപോലെ ജലമില്ല, ഭാരം അനുഭവപ്പെടില്ല, ശബ്ദമില്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ട് പറന്നൊക്കെ നടക്കണത്, ഭാരം അനുഭവപ്പെടുന്നില്ല, ഗുരുത്വാകർഷണമില്ല, ശബ്ദമില്ല. ഇത്രയും ബുദ്ധിമുട്ടുകളാണ് ബഹിരാകാശത്ത് എത്തുന്നവർ അനുഭവപ്പെടുന്നത്. അതുപോലെ നമ്മൾ വിദ്യാലയങ്ങളിലൊക്കെ കമ്പ്യൂട്ടറിൽ 2 സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആകാശ നിരീക്ഷണത്തിന്. K-STAR, സ്റ്റെല്ലേറിയം. 2 സോഫ്റ്റ്വെയറുകളുടെ പേരാണ് K-STAR, സ്റ്റെല്ലേറിയം. ഇത് ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇനി നമുക്ക് ചന്ദ്രൻ എന്താണ്? നമുക്ക് ചന്ദ്രനെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചുറ്റുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? സ്വയം പ്രകാശിക്കുന്നില്ല. കാരണം പക്ഷേ എങ്ങനെയാണ് ചന്ദ്രനിൽ നമ്മൾ വെളിച്ചം കാണപ്പെടുന്നത്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് നാം കാണുന്നത്. സ്വയം തിരിയുന്ന ഒരു ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയെ ചുറ്റുന്നതുകൊണ്ടാണ്. ഭൂമി ഒരു ഗ്രഹമാണ്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. അതുകൊണ്ട് ഭൂമിയുടെ പ്രകൃതിദത്തമായ
ഉപഗ്രഹമാണ് ചന്ദ്രൻ. പിന്നെ ചന്ദ്രന് അന്തരീക്ഷമില്ല. ഇതെല്ലാമാണ് ചന്ദ്രനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഉപഗ്രഹങ്ങൾ? ഞാനിപ്പോൾ പറഞ്ഞു, ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന്. അപ്പോൾ ഭൂമിയോട് അടുത്തതായി നമ്മൾ ഇനി നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നു. അതുകൊണ്ടാണ് അവ തിളങ്ങുന്നതായും പ്രകാശിക്കുന്നതായും ഒക്കെ നമുക്ക് തോന്നുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു. ഇനി അടുത്തതായിട്ട് സൗരയൂഥം, അതായത് സൂര്യനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് സൗരയൂഥമാണ്. അപ്പോൾ എന്തുകൊണ്ട് സൗരയൂഥം? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം തന്നെ സൂര്യനാണ്. ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. എന്തൊക്കെയാണ്? ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, മറ്റനേകം വസ്തുക്കൾ. അതിൽ മറ്റനേകം വസ്തുക്കളിൽ ഉൽക്കകൾ, അതുപോലെ ചിഹ്നഗ്രഹങ്ങൾ, അങ്ങനെ പല വസ്തുക്കളും പെടുന്നു. ഇനി സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. ആ 8 ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ ഏതെല്ലാമാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഗ്രഹങ്ങൾ കറങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രഹങ്ങൾ കറങ്ങുന്ന ആ സഞ്ചാരപാതയെയാണ് പരിക്രമണപഥം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പരിക്രമണപഥം? ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെ പരിക്രമണപഥം എന്ന് വിളിക്കുന്നു. ഇനി നമ്മുടെ ഭൂമിയുടെ പരിക്രമണപഥത്തെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ശുക്രൻ്റെ പരിക്രമണപഥത്തിൻ്റെയും ചൊവ്വയുടെ പരിക്രമണപഥത്തിൻ്റെയും ഇടയിലാണ് ഭൂമിയുടെ പരിക്രമണപഥം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് കൃത്രിമോപഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾ കൃത്രിമോപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. എന്താണ് GPS? അതായത് വീടും സ്കൂളും അതുപോലെ ചില പ്രദേശങ്ങളൊക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൊക്കെ കാണാൻ കഴിയുക. 5.19 കാണിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാമാണ് GPS സേവനം നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു, അതായത് ക്യാമറയൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭൂമിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളെയാണ് നമ്മൾ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, അത് ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നു, വിദൂര സംവേദനത്തിനായിട്ട് ഉപയോഗിക്കുന്നു, ഗതി നിർണ്ണയത്തിന്, ശാസ്ത്ര പര്യവേഷണങ്ങൾ നടത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്താനും രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്നു, പ്രതിരോധത്തിനായിട്ട് സഹായിക്കുന്നു. ഇത്രയെല്ലാമാണ് കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ. ഇനി ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ഇൻസാറ്റ്, എജുസാറ്റ്, IRNSS, കാർട്ടോസാറ്റ്, ആസ്ട്രോസാറ്റ്, ജിസാറ്റ്, എമിസാറ്റ്, GSAT-7, എമിസാറ്റ്. ഇതെല്ലാമാണ് ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. ഇൻസാറ്റ് വാർത്താവിനിമയം, എജുസാറ്റ് വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്നു, IRNSS ഗതി നിർണ്ണയത്തിനായിട്ട് ഉപയോഗിക്കുന്നു, കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നു, GSAT-7, എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ, അവയുടെ ഉപയോഗം. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS. എന്താണ് ഈ IRNS? ഗതിനിർണയ സംവിധാനത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് സാറ്റലൈറ്റ് സിസ്റ്റമാണ്. GPS-ന് സമാനമായിട്ടുള്ള ഇന്ത്യൻ സംവിധാനമാണിത്. ഇനി നമുക്ക് അടുത്തതായിട്ട് റോക്കറ്റിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ സഹായിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. അപ്പോൾ നമുക്ക് ഈ റോക്കറ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞു നമ്മൾ. അതായത് ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ഇനി നമുക്ക് നമ്മുടെ
അതായത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളെക്കുറിച്ചുള്ള ഗവേഷണ സ്ഥാപനത്തെക്കുറിച്ച് പറയാം. ISRO നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ISRO, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇനി നമുക്ക് മറ്റു കുറച്ച് രാഷ്ട്രങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയാം. ഇന്ത്യ ISRO, ഓസ്ട്രേലിയ ASA, ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി, USA നാസ, നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, യൂറോപ്പ് ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസി, JAXA, ജപ്പാൻ JXA, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, റഷ്യ റോസ്കോസ്മോസ്, അത് അല്ലെങ്കിൽ RFSA എന്നറിയപ്പെടുന്നു, റഷ്യൻ ഫെഡറൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത് റഷ്യയുടെ. ചൈന CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയാണ് ഇനി മറ്റുള്ള രാജ്യങ്ങളുടെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സ്ഥാപനങ്ങൾ. ഇനി നമുക്ക് 2 റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളെക്കുറിച്ച് പഠിക്കാം. റോക്കറ്റ് വിക്ഷേപിക്കാനായിട്ടുള്ള കേന്ദ്രങ്ങളാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതിൽ 2 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ബാക്കിയുള്ള പോയിന്റ് നമുക്ക് കൂട്ടിച്ചേർക്കാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 1963 നവംബർ 21 സ്ഥാപിതമായി. അതുപോലെ ISROയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ തിരുവനന്തപുരത്ത് തുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ കാന്തിക മധ്യരേഖയോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ തുമ്പയാണ്. ഫസ്റ്റ് റോക്കറ്റ് 1963 നവംബർ 21 ഫസ്റ്റ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ആ റോക്കറ്റിൻ്റെ പേര് നൈക്ക് അപ്പാച്ചെ. എന്താണ് ഫസ്റ്റ് റോക്കറ്റിൻ്റെ പേരെന്താണ്? നൈക്ക് അപ്പാച്ചെ. അടുത്തതായിട്ട് നമുക്ക് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെക്കുറിച്ച് പറയാം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2 വിക്ഷേപണത്തറകളുണ്ട്. അതിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുപ്പതി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ പ്രാഥമിക ബഹിരാകാശ തുറമുഖമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഞാൻ അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ISROയുടെ മുൻ ചെയർമാൻ സതീഷ് ധവാനോടുള്ള ആദരസൂചകമായിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പോൾ ISROയുടെ മുൻ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് നമ്മൾ ഈ ഒരു പേര് കൊടുത്തത്, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഇനി ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചന്ദ്രപര്യവേഷണ പേടകങ്ങളായ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, ആദിത്യ L1, പിന്നെ റീസെൻ്റ്ലി നമ്മൾ വിക്ഷേപിച്ച എക്സ്പോസാറ്റ്, ഇവയെല്ലാം സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇനി നമുക്ക് 2 വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിക്കാം. വിക്രം സാരാഭായ്, സതീഷ് ധവാൻ. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് അദ്ദേഹം പ്രധാന പങ്കുവച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിനെ വിക്രം എന്നും പേരിൽ നൽകിയത്. അപ്പോൾ നമുക്ക് 3 പോയിൻ്റാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. അതുപോലെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നുള്ളത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രയാൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. അപ്പോൾ റോവർ ഏതാണ്? റോവർ പ്രഗ്യാനാണ്. അപ്പോൾ ഈ വിക്രം എന്നുള്ള പേര് വിക്രം സാരാഭായോടുള്ള ആദരസൂചകമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സതീഷ് ധവാൻ ഇസ്രോയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ചന്ദ്രനിലേക്കുള്ള പര്യവേഷണത്തിനെ കുറിച്ചിട്ടാണ്. ചന്ദ്രയാത്രകൾ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിലെത്താൻ മനുഷ്യന് ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ആദ്യത്തെ ചന്ദ്രയാത്ര നടക്കുന്നത്. ഡേറ്റ് നോക്കി വയ്ക്കുക, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. 1969 ജൂലൈ 21. അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ നോക്കേണ്ടത് നാസയുടെ അപ്പോളോ 11 എന്ന ചന്ദ്രപര്യവേഷണ പേടകത്തിലാണ്
നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. 3 പേരുടെ പേരാണ് ഇവിടെ ഉള്ളത്: നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. ഇനി നമുക്ക് ബഹിരാകാശ വാരത്തെക്കുറിച്ച് പഠിക്കാം. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. സ്പുട്നിക് 1 ആണ് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു. ഇത് 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നു. അപ്പോൾ ഈ 2 ഡേറ്റുകൾ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് നമ്മൾ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. 2 ഡേറ്റുകൾ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. ഈ ഒരു ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടത്തുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന നല്ലൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ. അപ്പോൾ ചന്ദ്രയാൻ എന്ന പേരിലാണ് നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. അപ്പോൾ ഡേറ്റ് നോക്കുക, 2008 ഒക്ടോബർ 22 ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അടുത്തതായി ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിലിറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഡേറ്റ് നോക്കാം, 2019 ജൂലൈ 22 2ാമത്തെ ചാന്ദ്ര പര്യവേഷണമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 വിക്ഷേപിച്ചു. പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ആഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. ഇതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ 2023 ആഗസ്റ്റ് 23 ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. ദക്ഷിണ ധ്രുവത്തിലാണ് ഈ പേടകം ഇറങ്ങിയത്. ഇനി അടുത്തതായിട്ട് മറ്റ് ഇന്ത്യൻ പദ്ധതികൾ നോക്കാം. ചന്ദ്രനെ പറ്റി മാത്രമല്ല, നമ്മൾ ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാനും നമുക്ക് പല പദ്ധതികളുമുണ്ട്. അതിലൊന്നാണ് മംഗൾയാൻ ചൊവ്വ പര്യവേഷണം. അടുത്തത് ആദിത്യ L1 സൗര പര്യവേഷണം. അവസാനമായിട്ട് ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം. അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഒരു പദ്ധതിയാണ് ഗഗൻയാൻ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വിലയിരുത്താം എന്ന ഭാഗം നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് വരുന്നത് കുറച്ച് ഡേറ്റുകൾ പഠിക്കാനാണ്. മംഗൾയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്. മംഗൾയാൻ 1 എന്ന് പറഞ്ഞാൽ മാർസ് ഓർബിറ്റൽ മിഷൻ ചൊവ്വ ദൗത്യമാണ്. ഇത് 2013 നവംബർ 5 വിക്ഷേപിച്ചത്. 2013 നവംബർ 5 മംഗൾയാൻ 1 വിക്ഷേപിച്ചത്. അടുത്തതായി ഇൻസാറ്റ് 1 ആശയവിനിമയത്തിനായിട്ടും കാലാവസ്ഥാ പഠനത്തിനുമായിട്ടുള്ള ഒരു ഉപഗ്രഹമാണ്. 1982 ഏപ്രിൽ 10 ഇൻസാറ്റ് 1 വിക്ഷേപിച്ചത്. 1982 ഏപ്രിൽ 10 ഇൻസാറ്റ് 1 വിക്ഷേപിച്ചത്. ഇനി അടുത്തതായിട്ട് ആദിത്യ L1 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൗര ദൗത്യമാണ്. സെപ്റ്റംബർ 2 2023 ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനാണ്. ഇനി ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. 1969 ഓഗസ്റ്റ് 15 അടുത്തതായി നമ്മുടെ ചന്ദ്രദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അപ്പോൾ നമുക്ക് ചന്ദ്രയാൻ 2ഉം 3ഉം കൂടി ആ ഡേറ്റ് നോക്കി പോവാം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 15 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ഇനി ആര്യഭട്ട 1 വിക്ഷേപിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ആര്യഭട്ട 1 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട 1. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വിലയിരുത്താം എന്ന ഭാഗത്തിലെ 2ാമത്തെ ക്വസ്റ്റ്യനാണ്
ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് കൃത്രിമോപഗ്രഹങ്ങൾ. കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് റോക്കറ്റാണ്. അതുപോലെ ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ. സ്വയം പ്രകാശിക്കുന്നത് സൂര്യനാണ്. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ വിലയിരുത്താം പ്രവർത്തനം. അടുത്തതായിട്ട് തുടർ പ്രവർത്തനങ്ങളിലെ ഒരു പദപ്രശ്നമാണ്. ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യ ദൗത്യം ആർട്ടമിസ്. ചന്ദ്രനിലേക്ക് വനിതകളെ കൂടി അയക്കാനുള്ള നാസയുടെ ആദ്യ ദൗത്യം ആർട്ടമിസ്. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക്. ഒരു ആദ്യകാല ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഗലീലിയോ. കേരളത്തിലെ ഏക റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ടെലിസ്കോപ്പ് ആസ്ട്രോസാറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള വിലയിരുത്താൻ ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.